മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും അവസാന തടവായിരുന്നു സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ വിവാദം. അടവ് മാത്രമല്ല, ഗതികേട് നിൽക്കുമ്പോൾ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയായിരുന്നു അത്. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയെ വെച്ച തുലാഭാരം തൂക്കാൻ വന്ന CPM-ന് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പണിക്ക് നിൽക്കുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ തങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച തന്നെ നടത്തിയത് എന്നൊക്കെയാണ് ഒരു CPM നേതാവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ അത്രയ്ക്കും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആരെ കിട്ടിയാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി ചെയ്തതാണിതൊക്കെ. പക്ഷേ സംഭവം കയ്യിന്ന് പോയി. സോണിയാഗാന്ധിക്ക് സ്വർണ്ണ കച്ചവടക്കാരനുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടുന്ന ഒരാവശ്യമില്ല എന്ന് ജനങ്ങൾ തന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഈ ഫോട്ടോ എടുത്തതെല്ലാം 2012-ലായിരുന്നു. അന്നാണ് അടൂർ പ്രകാശ് സ്ഥലം MLA ആയിരുന്നത്. അന്ന് തനിക്ക് തൊട്ടിരുന്നത് ശബരിമലയിലെ കീഴ്ശാന്തി ഒക്കെ ആയിരുന്ന പോറ്റിയാണ് എന്നൊക്കെ തോന്നിപ്പോയി. യഥാർത്ഥത്തിൽ ഈ പോറ്റിയെ കള്ളനാക്കിയത് പിന്നീടാണ്. 2016-ൽ പിണറായി ഒന്നാം സർക്കാർ വന്ന് അതിൽ കടകംപള്ളി ദേവസ്വം മന്ത്രിയായി. ഈ പറയുന്ന പത്മകുമാറും N വാസുവും ഒക്കെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയതിനു ശേഷമാണ് പോറ്റി യഥാർത്ഥ കള്ളനായി മാറുന്നത്. അതായത് 2018-19 മുതൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ അടിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായി ശബരിമലയിൽ ഒരു ഏജന്റിനെ വേണമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ശബരിമലയിൽ അകത്തും പുറത്തും കടക്കാനുള്ള അധികാരത്തിലുള്ള ഒരാളെ അതിന് കിട്ടുമ്പോഴാണ് ഇവരുടെ കാര്യങ്ങൾക്ക് വിശ്വാസ്യത കൂടിയത്.